മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും വാർദ്ധക്യം ഉൾക്കൊള്ളാനാവാത്ത പുതുതലമുറയുടെ മനോഭാവവും നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കവിതയാണ് അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ എന്ന കവിത വായിച്ചുവല്ലോ. കവിതയുടെ സാരം ഏതാണ്ടൊക്കെ നമ്മൾ ഗ്രഹിച്ചിട്ടും ഉണ്ടാവാം അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് അമ്മത്തൊട്ടിൽ, സാധാരണ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നതിൽ ആരെയാണ് കിടത്തുക? നമുക്കറിയാം അല്ലേ? അനാഥമാകുന്ന ബാല്യം ഏറ്റുവാങ്ങപ്പെടുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു അത്താണി എന്നൊക്കെ പറയാം അമ്മത്തൊട്ടിൽ അല്ലേ? കുട്ടികൾക്ക് വേണ്ടി ഉള്ളതാണ്. എന്നാൽ ഇവിടുത്തെ ഈ അമ്മത്തൊട്ടിൽ ഒരു മകൻ അമ്മയ്ക്ക് വേണ്ടി അമ്മത്തൊട്ടിൽ അന്വേഷിക്കുന്നതാണ്. അതായത് ഇവിടെ ഒരു കുട്ടിയെ അല്ല, ഒരു അമ്മയെ, അനാഥമായി തീർന്ന, അല്ലെങ്കിൽ നാഥനുണ്ടായിട്ടും അനാഥത്വം പേറേണ്ടി വരുന്ന ഒരു വൃദ്ധ മാതാവിനെ അമ്മത്തൊട്ടിലിൽ ആക്കുവാൻ ശ്രമിക്കുന്ന ഒരു പുത്രൻ്റെ കഥയാണ്. ഒരു പുത്രൻ സ്വന്തം അമ്മയെയും കൊണ്ട് അമ്മത്തൊട്ടിലേക്ക്, അല്ലെങ്കിൽ അമ്മയ്ക്ക്, അനാഥത്വം പേറുന്നവർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു അമ്മത്തൊട്ടിലിനെ ആശ്രയിക്കുവാനായി ശ്രമിക്കുന്ന കഥയാണ് ഇവിടെയുള്ളത്. ഇതിലെ ആദ്യത്തെ വരികൾ പിൻസീറ്റിലെത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങി ഇരുന്നമ്മ. പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും, ഇവിടെ നമ്മുടെ അമ്മ മകൻ്റെ കാറിൻ്റെ പിൻസീറ്റിലാണ് അല്ലേ? പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും, അമ്മയെ സീറ്റിൽ മകൻ വളരെ ശ്രമപ്പെട്ട് നേരെ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്ന അമ്മ ദാ കിടക്കുന്നു. വീണ്ടും നോക്കുമ്പോഴെങ്ങനെയായിരിക്കുന്നത്? ഓരം ചെരിഞ്ഞ്, ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മടങ്ങി ഇരിക്കുകയാണ്. മകൻ നേരെ ഇരുത്താൻ ശ്രമിച്ചു, പക്ഷേ ആ അമ്മ വീണ്ടും ചെരിഞ്ഞു മടങ്ങി കൂടി ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരമ്മയുടെ അവസ്ഥ നമ്മുടെ മനോമുകുരത്തിൽ എത്തണം അല്ലേ? ആ അമ്മ ആരോഗ്യവതിയാണോ? അല്ല. ദുഃഖിതയാണോ? ആണ്. അപ്പോൾ ദുഃഖിതയും അനാരോഗ്യം സമ്പാദിച്ച ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള, അതും പ്രായത്തിൻ്റെ വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരമ്മയാണ്. ആ അമ്മയെ മകൻ പിൻസീറ്റിലിരുത്തി കൊണ്ടുപോകുക എവിടേക്ക് നമുക്കൊരു പിടിയും ഇല്ല. ഓരം ചെരിഞ്ഞു മടങ്ങി ഇരുന്നമ്മ. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ, കൈകൾ വെറും ഉണങ്ങിയ ചുള്ളികളോടാണ് താരതമ്യപ്പെടുത്തുന്നത്. ആ അമ്മയുടെ കൈകൾ വെറും ഉണങ്ങി വരണ്ട ഇരിക്കുന്ന ചെറിയ ചുള്ളികൾ, ആ അവസ്ഥയാണ് അമ്മ. ആ വെള്ളം വറ്റി വരണ്ട് ഇരിക്കുന്ന ഉണക്ക കമ്പ് പോലെ ആയിട്ടുള്ള ആ കൈകൾ നീരാതെ നിവരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അമ്മയുടെ കൈകൾ ആ മടങ്ങിയ പാട് മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഇരിപ്പിൻ്റെ ഒരു വാങ്മയ ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ? വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക. ഇവിടെ ഒന്ന് നോക്കിക്കേ. പിൻസീറ്റിലെത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടുമോരം ചെരിഞ്ഞു മടങ്ങി ഇരുന്നമ്മ. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഇരിപ്പ് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ കണ്ടു. പിൻസീറ്റിൽ നേരെ ഇരുത്തി, പക്ഷേ അമ്മ അപ്പോഴും ചരിഞ്ഞാണിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ അമ്മ ചരിഞ്ഞ് കൂനിക്കൂടിയിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. അമ്മയുടെ മാറിലേക്ക് അമ്മയുടെ കൈകൾ നിവരാതെ മടങ്ങിയ പാട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വച്ചിരിക്കുന്ന കൈകൾ എങ്ങനെയാ? നല്ല വെള്ളം വറ്റി വരണ്ടുണങ്ങിയ വിറക് കൊള്ളി പോലെയാണ്. അപ്പം അമ്മയുടെ ഏതാണ്ടൊരവസ്ഥ നമുക്ക് പിടികിട്ടി. അമ്മയുടെ ഇരിപ്പും പിടികിട്ടിയല്ലോ. അടുത്ത വരി നോക്കിക്കേ. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ
കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു അവർ തുറന്നു. ഏറെ പണിപ്പെട്ട്, കണ്ണ് ഏറെ പണിപ്പെട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. അനക്കമുണ്ടല്ലേ. എങ്ങനെയുള്ള കണ്ണുകൾ? പാടയും പീളയും മൂടിയ കണ്ണുകൾ പാടയും പീളയും മൂടിയ കണ്ണുകൾ. അവരുടെ ആ വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ, ആ വൈഷമ്യങ്ങൾ, അവർ അനുഭവിക്കുന്ന ക്ഷീണം, ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട് ഈ വരികളിൽ. ആ കണ്ണുകളുടെ അവസ്ഥ തന്നെ. എങ്ങനെയുള്ള കണ്ണുകൾ? ഓരോ വരി പുറകോട്ട് നോക്കി. മങ്ങി പഴകിയ പിഞ്ഞാണ വർണ്ണമായി. പഴകിയ പിഞ്ഞാണം അത് പഴകിക്കഴിയുമ്പോൾ എന്ത് നിറമാണ്? ഒരു മഞ്ഞപ്പാണ് അതിന്. അപ്പോൾ വാർദ്ധക്യം കൊണ്ട് വൃദ്ധയായ ആ അമ്മയുടെ കണ്ണുകൾക്ക് ഇപ്പോൾ നല്ല തെളിഞ്ഞ നിറമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. കണ്ണുകളൊക്കെ ഒരുമാതിരി മഞ്ഞ നിറത്തിൽ, പാടയും പീളയും ഒക്കെ അടിഞ്ഞ് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവർ. ആ കണ്ണുകൾ നമുക്ക് വിളിച്ച് പറയുക. ആ കണ്ണ് അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നു അവർ. ഏറെ പാടുപെട്ടാണ് കണ്ണും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. ഇനി അതിന് മുകളിലേക്ക് പോയി നോക്കി. അതിൻ്റെ മുകളിലത്തെ വരി, എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല. അപ്പോൾ കാറിൻ്റെ പിൻസീറ്റിലാണല്ലോ അമ്മ. മകൻ കാറിൽ അമ്മയെടുത്തിരുത്തി നേരെയൊക്കെ ഇരുത്തി. പക്ഷേ മോനോട് അമ്മ ചോദിച്ചോ? എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല. എന്തിനെന്നും അതും ചോദിച്ചില്ല. നീ എന്നെ എവിടെ കൊണ്ടുപോകുന്നു? എന്തിനാ കൊണ്ടുപോകുന്നത്? ഇതൊന്നും ഈ അമ്മ ചോദിച്ചിട്ടില്ല. പക്ഷേ കണ്ണുകൾ അവരുടെ കണ്ണുകളിൽ അവരെ കൊണ്ടുപോകുന്നത് ഒരു സന്തോഷകരമായ കാര്യത്തിനല്ല എന്നും അവർ അനുഭവിക്കാൻ പോകുന്ന തീവ്ര ദുഃഖത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ യാത്രയെന്നും ഒക്കെ ആ അമ്മയുടെ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ട്. കണ്ണുകളാണെങ്കിൽ മങ്ങിപ്പഴകിയ പിഞ്ഞാണം പോലെ വിളറിയ നിറവുമായി, പാടയും പീളയുമൊക്കെ മൂടി ആകെപ്പാടെ വാർദ്ധക്യത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരമ്മയാണത് എന്ന്, ഒരു സൗഭാഗ്യത്തിലും ജീവിക്കുന്ന അമ്മയല്ല അതെന്ന് അവരുടെ കണ്ണുകളുടെ വർണ്ണന, അവരുടെ കൈകളുടെ വർണ്ണന, അവരുടെ ഇരിപ്പിൻ്റെ വർണ്ണന, ഇതിൽ നിന്നെല്ലാം നമുക്ക് വളരെയേറെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ വളരെ ദൈന്യത നിറഞ്ഞ ഒരു വൃദ്ധയുടെ ഒരവസ്ഥ, ആ അവസ്ഥയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കാണുന്നത്. അതായത് നിസ്സഹായിയായ ഒരമ്മ ആ മകനാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. ആ മകനോട് നീ എന്നെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് പോലും ചോദിച്ചില്ല. ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരമ്മ അനുഭവിക്കുന്ന മാനസിക പീഡകൾ, അതൊക്കെയാണ് ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ലോകത്തിൽ ബാഹ്യ സൗന്ദര്യങ്ങളിൽ ഭ്രമിച്ച് നടക്കുന്ന നാം ഒന്നും ഇതുപോലെയുള്ള ചില അവസ്ഥകൾ കാണാറില്ല, ചില ആളുകളെ കാണാറില്ല. എന്നും നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ ആകുമെന്നായിരിക്കാം ചെറുപ്പക്കാരുടെ വിചാരം. പക്ഷേ വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു വൻ കടൽ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കണം. അല്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ ശേഷിയുള്ള കവികളും കലാകാരന്മാരും നമ്മുടെ ലോകത്തുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ലോകം ഇത്രയെങ്കിലും നേരായ രീതിയിൽ പോകുന്നത് എന്ന് സാരം. ആ വരികൾ മനസ്സിലായെങ്കിൽ അടുത്ത വരികളിലേക്ക്. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്ക് താഴെത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഒരു തെരുവീഥിയാണ് അല്ലേ? ഇപ്പോൾ വിജനമായി തെരുവീഥിയൊക്കെ വിജനമാകണമെങ്കിൽ സമയം എപ്പോഴാണെന്ന് നമുക്കറിയാം, രാത്രിയാണ്. അപ്പോൾ ഈ അമ്മയെയും കൊണ്ട് മകൻ യാത്ര ചെയ്യുന്ന സമയം രാത്രിയാണ്.
അപ്പോൾ ആളുകളൊക്കെ തെരുവിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ നല്ലവണ്ണം രാത്രിയായിട്ടുണ്ട്. ഇപ്പോൾ വിജനമായി, വിജനം എന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞു, തെരുവീഥികളിലെല്ലാം ആളൊഴിഞ്ഞു. ആകാശഗോപുരങ്ങൾക്ക് താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. അതായത് ഇന്നുറങ്ങി നാളെ വീണ്ടും ഉണരണം അല്ലേ. പട്ടണമൊക്കെ ഇന്നത്തെ ഉറക്കത്തിന് തയ്യാറായി കഴിഞ്ഞു. നേരം വെളുത്താൽ വീണ്ടും തിരക്കാകും. ആ ഒരവസ്ഥയാണല്ലോ പട്ടണങ്ങൾക്ക് എല്ലാം ഉള്ളത്. അപ്പോൾ രാത്രിയായി കഴിഞ്ഞു, ഒരു വിജനമായി, ആളുകളൊന്നും അവിടെയില്ല. ഈ സമയത്ത് അമ്മയെ കാറിൽ വെച്ചുകൊണ്ട്, അമ്മയെ എന്ന് പറയുമ്പോൾ തന്നെ മകനാവും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ, മകൻ കൊണ്ടുപോവുകയാണ്. ഈ പെരുമാളിൻ്റെ, ഇപ്പോൾ ഈ പെരുമാളെന്ന് പറയുമ്പോൾ ഈശ്വരനാണ്. ഈ പെരുമാളെന്ന് പറഞ്ഞാൽ വലിയ മാള്. ഇപ്പോൾ ശരിക്കും ഈശ്വര തുല്യമാണ് അല്ലേ. ഗൂഗിൾ ദൈവം എന്ന് പറയുന്നത് പോലെ മറ്റൊരു ദൈവമാണ് മാളുകൾ. അപ്പോൾ ടൗണിലൊക്കെ ഇഷ്ടംപോലെ മാളുകളൊക്കെ ഉണ്ട്. ഈ പെരുമാളിൻ്റെ മനുഷ്യത്വം ഒന്നും ഇപ്പോൾ അധികമായിട്ടില്ല. മനുഷ്യന് മാനുഷികത ഇല്ലാത്ത എന്തിനേയും, അല്ലെങ്കിൽ മനുഷ്യത്വം അല്ലാത്ത എന്തിനേയും വാങ്ങാൻ കിട്ടുന്ന ഒരു സ്ഥലവുമാണ് മാള്. ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാലെന്നോർത്തു. ആരെയാണ്? സ്വന്തം അമ്മയെ, അല്ലെങ്കിൽ വൃദ്ധയായ ആ മാതാവിനെ ഈ മാളിൻ്റെ സമീപത്തായിട്ട് ഇറക്കി വിട്ടാലോ. അപ്പോൾ അമ്മയെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ പെരുമാളിൻ്റെ ഇപ്പോഴത്തെ ആളുകൾക്ക് ഈശ്വര തുല്യമുള്ള ഒരു വലിയ മാളാണ് ഈ കാണുന്നത്. ആ മാളിൻ്റെ തൊട്ടടുത്ത് ഇപ്പോഴാണെങ്കിൽ ആരുമില്ല, അവിടെ അങ്ങ് ഇറക്കി വിട്ടാലോ എന്നോർത്തു. അങ്ങനെ വാഹനം കൊണ്ട് ഏതാണ്ട് അതിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ ദാ വരുന്നു ആര്? പെറ്റുകിടക്കും തെരുവുപട്ടി ചാടിക്കുരച്ചുകൊണ്ട് ഓടി വന്നു. പെറ്റുകിടക്കും എന്തൊരു ഉശിരല്ലേ, അല്ലെങ്കിൽ എന്തൊരു ശക്തിയോടുകൂടിയാണ് അത് ചാടി കുതിച്ച് വരുന്നതെന്ന് നോക്കിക്കേ. കുരച്ചത് ചാടി കുതിക്കുന്നു. ആരാ കുരച്ചുകൊണ്ട് ചാടി വന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ആരാണ്? ഒരു തെരുവ് പട്ടിയാണ്. ആ തെരുവ് പട്ടി ആരെ സംരക്ഷിക്കുവാനാണ് ഈ ചാട്ടം ചാടിയത്? തെരുവ് പട്ടി പെറ്റുകിടക്കുകയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളെ ആരാനും മോഷ്ടിക്കുമോ എന്ന് ഭയന്നിട്ട്, അല്ലെങ്കിൽ ഈ വാഹനം അവിടെ കൊണ്ട് നിർത്തിയപ്പോഴേക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ എടുക്കാൻ വരുന്നവരാണോ എന്ന് ഭയന്നിട്ട് അവരുടെ നേരെ ആക്രമം അഴിച്ചു വിടുകയാണ് പട്ടി. വെറും തെരുവ് പട്ടി. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? ഒരു തെരുവ് പട്ടി പോലും അതിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ശക്തമായി എതിരാളികളോട് എതിർത്ത് നിൽക്കുമ്പോൾ സ്വന്തം അമ്മയെ വഴിയോരത്ത് ഉപേക്ഷിക്കുവാൻ തയ്യാറായി നടക്കുന്ന ഒരു മകൻ. മനുഷ്യത്വം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് ഇല്ലാതെയായി പോകുന്ന അവസ്ഥ. മാനവൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ മനനം ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇവിടെ മനനം ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്ത മനുഷ്യരെയാണ് കവി നമുക്കിവിടെ പരിചയപ്പെടുത്തി തരുന്നത്. ഇങ്ങനെയും മനുഷ്യരുണ്ട്, ഇങ്ങനെയും രൂപത്തിൽ മനുഷ്യരൂപം. അത്രമാത്രം മനുഷ്യത്വം എന്താണെന്നറിയാത്ത ഇഷ്ടം പോലെ ആളുകൾ വാഴുന്ന ഒരു തിരക്കേറിയ നഗരമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് കവി നമുക്ക് കാണിച്ചു തരുന്നു. അവിടെ ഒരു തെരുവ് പട്ടിയുടെ ആത്മാർത്ഥത പോലുമില്ലാതെ സ്വന്തം അമ്മയെ തെരുവിൽ ഉപേക്ഷിക്കുവാൻ വരുന്ന ഒരു മകൻ. ആ മകൻ എത്രമാത്രം വെറുക്കപ്പെട്ടവനായി മാറുകയാണ്. ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഒരു വിഷയമാണിത്. ഇതിനെ കാണേണ്ടതും ഇതിനെ സമീപിക്കേണ്ടതും ആ രീതിയിൽ തന്നെ ആവണം. ആ ഖണ്ഡം ഒന്നുകൂടി നോക്കിയോളൂ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്ക് താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാലെന്നോർത്തു.
പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. ഇത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഒരു തെരുവു പട്ടി പോലും അതിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി ഇത്ര പ്രതിരോധം തീർക്കുമ്പോൾ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മക്കൾ സ്വന്തം അമ്മയെ ഏതെങ്കിലും തെരുവോരത്ത് ഉപേക്ഷിക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നതിലെ മാനുഷികതയില്ലായ്മയെ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലേ? ഇതുപോലെയുള്ള വികാരമില്ലാത്ത ജീവികളെ മനുഷ്യനെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമായിട്ട് ഉള്ളത് എങ്കിൽ അടുത്ത കണ്ണത്തിലേക്ക് പോകാം. ജില്ലാശുപത്രിക്കരികിൽ ഒരേയൊരു രാക്കട മാത്രം. ഉറക്കച്ചടവുമായി 2-3 ഉണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തൊരിരുളിടം. പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി. പണ്ടു പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടി ഓരോന്നു കയറി കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. ഒരു പട്ടി ചാടിക്കുരച്ച് വന്നതുകൊണ്ട് വല്ലതും മകൻ തൻ്റെ ഉദ്യമം നിർത്താൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. വാഹനം അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. അടുത്തത്, ജില്ലാശുപത്രിക്കരികിൽ ഒരേയൊരു രാക്കട മാത്രം. ജില്ലാശുപത്രിയുടെ അരികിൽ ചെന്നപ്പോൾ ആകപ്പാടെ ഉണർന്നിരിക്കുന്നത് ഒരു രാക്കട. രാത്രിയിൽ നടത്തുന്ന ഒരു കട മാത്രം. രാത്രിയിൽ തുറന്നിരിക്കുന്നത് ആ ഒരു കട മാത്രമാണ്. ഉറക്കച്ചടവുമായി 2-3 ഉണ്ട് അവിടെ. അതിൽ കൂടുതലൊന്നുമില്ല. തെരുവിൽ ബാക്കിയെല്ലാം തെരുവ് തന്നെ ഉറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാശുപത്രി, ഈ അമ്മയെ ഇറക്കി വിടാനുള്ള ഒരു സ്ഥലം കാണണമല്ലോ. അപ്പോൾ ആശുപത്രിയുടെ അരികിൽ എവിടെയെങ്കിലും കൊണ്ടുവിട്ടേക്കാം എന്ന് കരുതി വരുമ്പം ഒരു കട, 2-3 വലിയ കുഴപ്പമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവണം. പിന്നിലുണ്ട് ഒഴിവു കനത്തൊരിരുളിടം. ആ ആശുപത്രിയുടെ പിന്നിൽ നല്ല ഒഴിഞ്ഞൊരു സ്ഥലം, നല്ല ഇരുട്ടായിട്ട് കുറേ സ്ഥലം കിടപ്പുണ്ട്. അതൊക്കെ ഈ മകന് നല്ല ഓർമ്മയുണ്ട്, നല്ലോണം അറിയാവുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ അവിടെ അമ്മയെ ഉപേക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ പടികളിലെന്തോ തടഞ്ഞു പോയി. അവിടെ ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്തോ ആ പടികളിൽ തടഞ്ഞതുപോലെ അവന് അനുഭവപ്പെട്ടു. എന്താവാം അത്? പണ്ട് പനിച്ചതും. അതായത് പഴയകാല ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഒന്ന് കടന്നുപോയി. ആശുപത്രിയുടെ പടിക്കൽ വന്നപ്പോഴാണ് അദ്ദേഹം ഓർത്തത്, പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് ആ പടി ഓരോന്നു കയറി കിതച്ചതും താൻ കുഞ്ഞായിരിക്കുമ്പോൾ പനി പിടിച്ച് കിടന്ന തന്നെയും എടുത്തുകൊണ്ട് അമ്മ ആ ആശുപത്രി പടികൾ ഓരോന്ന് കടന്നു കയറി മുകളിൽ ചെന്നതും കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലെ അന്ന് പനി കുറയ്ക്കാൻ വേണ്ടി ആശുപത്രിയിൽ നിന്ന് കുത്തിവെപ്പിച്ചതും എല്ലാം ഇപ്പോൾ ഒരു ചെറിയ നീറ്റൽ പോലെ അവൻ്റെ മനസ്സിൽ, ആ മകൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അതായത് ഈ മകൻ 100% മനസ്സോടുകൂടിയാണ് അമ്മയെ ഉപേക്ഷിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ ഈ ഓർമ്മകളൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ വരേണ്ട കാര്യമേ ഇല്ല, അല്ലേ? അങ്ങനെ എന്തോ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ടാണ് പണ്ട് താൻ പനി പിടിച്ച് കിടന്നപ്പോൾ അമ്മ എടുത്തുകൊണ്ട് വന്നതും ഓടിക്കിതച്ചതും അന്ന് മരുന്ന് തന്നതും ഇഞ്ചക്ഷൻ എടുത്തതും എല്ലാം ഓർത്ത് അദ്ദേഹം ഇന്നിപ്പോൾ വിഷമിക്കുന്നത്. എന്തോ ആ പടികളിൽ എന്തോ തടഞ്ഞതുപോലെ ഈ ഓർമ്മകൾ അദ്ദേഹത്തെ അവിടെ നിർത്തി. അമ്മയെ ഉപേക്ഷിച്ചോ? അവിടെ ഇല്ല. പിന്നെന്താ ചെയ്ത്? അപ്പം പെരുമാളിൻ്റെ അരികിലിറക്കാമെന്ന് വിചാരിച്ചു. പട്ടി ചാടിക്കുരച്ചത് കൊണ്ട് ആ ഉദ്യമം ഉപേക്ഷിച്ചു. പിന്നീട് ജില്ലാശുപത്രിയുടെ അരികിൽ ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു, തയ്യാറായി. സാഹചര്യങ്ങൾ അനുകൂലമായി. പക്ഷേ അവിടെ ഇറക്കാം എന്ന് വിചാരിച്ചപ്പോൾ ആ പടിയിൽ എന്തോ തടഞ്ഞതുപോലെ തൻ്റെ പഴയ കാലത്ത് അമ്മ തന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ ഓർക്കുകയും പനി പിടിച്ച് മരുന്ന് കൊടുത്ത് ഇഞ്ചക്ഷൻ എടുപ്പിച്ച് കൊണ്ടുപോയതും ഒക്കെ വന്നപ്പോൾ താൻ ഈ ചെയ്യുന്ന പ്രവൃത്തി
അത്ര ശരിയല്ല. ഒരു സൂചി തൻ്റെ മേൽ കുത്തി ഇറക്കുന്നത് പോലെ ഒരു വേദന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് ഒരു സൂചി കുത്തേൽക്കുന്നത് പോലുള്ള വേദന അനുഭവിച്ചു. അതുകൊണ്ട് ആ ഉദ്യമം വേണ്ട എന്ന് വെച്ചു. ഉദ്യമം വേണ്ട എന്ന് വെച്ചില്ല, അവിടെ ഇറക്കേണ്ട എന്ന് വെച്ചു. ആ ഓർമ്മകൾ ഇല്ലാത്തവരുടെ അമ്മയെ ഇറക്കാം എന്ന് കരുതി ആ മകൻ വീണ്ടും യാത്ര തുടരുകയാണ്. പിന്നെയും മുന്നോട്ട് യാത്ര വീണ്ടും പോകുന്നു. പിന്നെയും മുന്നോട്ട്, വെട്ടമില്ല, ആളില്ല. കുട്ടി ഏകാന്തത കണ്ണു പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിന്. പൊട്ടിക്കരഞ്ഞും ശഠിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ഞൊരി കൈകളോ. പെട്ടെന്ന് വാഹനം മുന്നോട്ടു പോകുകയായി. അപ്പോൾ ആശുപത്രി അരികിലെങ്ങും ഇറക്കുന്നില്ല. ആശുപത്രിയുടെ പുറകിലുള്ള ഒഴിഞ്ഞ ഇടത്തിൽ ഇറക്കാനുള്ള ഉദ്യമം, അതായത് മനസ്സിൽ ഒരു സൂചി കുത്തേൽക്കുന്നത് പോലെ പഴയ ഓർമ്മകൾ അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. വീണ്ടും വെട്ടമില്ല, ആളില്ല. ഇതുപോലുള്ള ഏകാന്തത കാണുമ്പോൾ, അല്ലെങ്കിൽ ഇരുട്ട് കാണുമ്പോൾ, ആളുകളില്ലാതെ കാണുമ്പോൾ പറ്റിയ സ്ഥലം എന്നാണ് ആ മകൻ ചിന്തിക്കുന്നത്. കുട്ടി ഏകാന്തത കണ്ണു പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനായി. ഇനി ഇറക്കി വിടാൻ പറ്റിയ സ്ഥലം ഏതാണ്? ഏകാന്തത കണ്ണു പൊത്തിക്കളിക്കുന്ന, ആരും ഇല്ലല്ലോ, രാത്രി സമയമല്ലേ, വിദ്യാലയം. അവിടെ ആ സരസ്വതി വിദ്യാലയത്തിൻ്റെ അരികിൽ ഇറക്കി വിടാൻ ആഗ്രഹിക്കുന്ന മകൻ മനുഷ്യരെത്രമാത്രം അധപ്പതിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അക്ഷരമുറ്റത്ത് തന്നെ കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അരികിൽ എവിടെയെങ്കിലും അമ്മയെ ഇറക്കി വിടാൻ തന്നെ പഠിപ്പിച്ച ആ വിദ്യാലയത്തിൻ്റെ അരികിൽ തന്നെ അമ്മയെ ഇറക്കി വിടാൻ ഒരു മകൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പഠിച്ച അക്ഷരങ്ങൾ കൊണ്ട് അയാൾക്കുണ്ടായ ഗുണം എന്താണ്? ആ അക്ഷരത്തിൻ്റെ മഹത്വം എന്തെങ്കിലും ആ മനുഷ്യൻ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ആ അക്ഷരത്തെ പോലും വികൃതമാക്കുന്ന ഒരു മകൻ്റെ പ്രവൃത്തിയായി നമുക്കിതിനെ കാണാം. പിന്നെയും മുന്നോട്ട്, വെട്ടവുമില്ല, ആളുമില്ല. വെട്ടമില്ല, ആളില്ല. കുട്ടി ഏകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടെന്ന്. ആ വിദ്യാലയമുറ്റം ഉണ്ട്, ഏകാന്തതയാണ്, ആരുമില്ല. പൊട്ടിക്കരഞ്ഞും ശഠിച്ചും കുതറിയും എത്തിയതും ഉച്ചയാമ്പോളം അമ്മയെ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ഞൊരി കൈകളോ. പെട്ടെന്ന് വാഹനം മുന്നോട്ടു പോകുകയായി. ആ മകൻ്റെ പരിശ്രമം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെയും മുന്നോട്ട്, വെട്ടമില്ല, ആളില്ല, ഏകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റത്തിൻ്റെ അരികിൽ വന്നപ്പോഴെന്താ പറ്റിയത്? അവൻ്റെ ഓർമ്മകൾ പിന്നെയും അവനെ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ പണ്ട് കുട്ടിയായിരുന്നപ്പോൾ പൊട്ടിക്കരഞ്ഞും ശഠിച്ചും കുതറിയുമെത്തിയതും. പണ്ടത്തെ സ്കൂളിലേക്കുള്ള പോക്ക്, അമ്മമാർ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു. കരഞ്ഞും പിടിച്ചും വലിച്ചും ഇഴച്ചും ഒക്കെ ഒരു തരത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നു. ഇന്നിപ്പോൾ കുട്ടികൾ ഈ വിഷമങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. വീട്ടിൽ നിന്നിറങ്ങിയാൽ വാഹനത്തിൽ, സ്കൂളിൽ ചെന്നാൽ വാഹനത്തിൽ ഇറങ്ങുക, വാഹനത്തിൽ കയറ്റുക, വാഹനത്തിൽ നിന്നിറക്കുക. ഇതുമാതിരിയുള്ള ഗൃഹാതുരത്വമുള്ള ഓർമ്മകൾ പോലും ഇപ്പോൾ ഇല്ലാതെയാണ് പോകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കവിതകൾ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് നമുക്കൊക്കെ. പൊട്ടിക്കരഞ്ഞും. ഇപ്പോൾ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ സ്കൂളിൽ പോകുന്നവർ ഈ അവസ്ഥകളൊന്നും കാണാറില്ല. കാരണം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു 3 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. പണ്ട് അങ്ങനെയല്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കാനായി ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയുടെ നിർബന്ധങ്ങൾ, കരച്ചിൽ, ഏറ്, അടി, വലിക്കൽ, ഇതെല്ലാം നടക്കുമായിരുന്നു. ആ ഒരവസ്ഥയിൽ ഈ മകനും സ്കൂളിൽ പോയിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞും ശഠിച്ചും ശാഠ്യം പിടിച്ചും കുതറി അമ്മയുടെ കയ്യിൽ നിന്ന് വിട്ട് ഓടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങ് എത്തും, ഒരു തരത്തിൽ അങ്ങ് എത്തിയതും ഉച്ചയാവോളം അമ്മ ആ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും. അങ്ങനെ കൊണ്ടുവന്ന് കുട്ടിയെ അമ്മ ടീച്ചറുടെ അടുത്ത് കൊടുക്കും. അതിനുശേഷം കരച്ചിലാവും കേട്ടോ.
അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെ അമ്മ അടുത്ത് നിന്നാൽ വീണ്ടും കരച്ചിൽ കൂടും. അതിനെന്താ ചെയ്യുക? മിക്കവാറും അമ്മമാർ ഇങ്ങനെ തന്നെയായിരുന്നു. ആ അമ്മമാർ പാവം ഈ അമ്മയും മതിലിൻ്റെ പുറത്ത് മോനെ വേണ്ടി കാവൽ നിൽക്കും, ഉച്ചവരെ നിൽക്കും. കൊച്ചിൻ്റെ കരച്ചിൽ അറച്ചിട്ട് ഒക്കെയാണ് കുട്ടിയായിട്ട് പിന്നെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ചുറ്റുമതിലിൻ്റെ പുറത്തന്ന് നിന്നതും ഈ കഥയൊക്കെ മകനറിയാം. ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും അവസാനം അമ്മയെ കാണാതെ കുറേ നാളും കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞു. പൊട്ടിക്കരച്ചിലും അട്ടഹാസമൊക്കെ മാറി നെഞ്ചിൽ വേദനയായിട്ട് അല്ലെ കരഞ്ഞ് ആ സ്കൂളിൽ ഇരുന്നതും ഇതൊക്കെ മനസ്സിലോർത്തു. സ്കൂളിൻ്റെ മുറ്റത്ത് വന്നപ്പം തന്നെ സ്കൂളിൽ വിട്ട അമ്മയുടെ ആ കഥകളെല്ലാം മനസ്സിൽ ഇങ്ങനെ ഓർത്തു. ഈ അമ്മയാണല്ലോ അന്ന് എന്നെ സ്കൂളിൽ കൊണ്ടുപോയതും എനിക്ക് വേണ്ടി കാവൽ നിന്നതും എൻ്റെ കരച്ചിലാറ്റി എന്നെ കൂടെ കൊണ്ടുപോയതും എന്നൊക്കെ ഓർത്തപ്പോഴേക്കും ഈ മകന് എന്താ ഫീൽ ചെയ്തതെന്നറിയോ? പിച്ചിയതാര് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ഞുള്ളിയതുപോലെ, തൻ്റെ കയ്യിൽ ആരോ പിച്ചിയതുപോലെ ഈ മകന് പെട്ടെന്ന് തോന്നുകയാണ്. അനുഭവവേദ്യമായി മാറുക. കരിഞ്ഞൊരു കൈകളോ, ഈ അമ്മയുടെ കൊള്ളി പോലിരിക്കുന്ന ഉണങ്ങി ഈ കൈകളാണോ എന്നെ പിച്ചിയത്? പെട്ടെന്ന് എന്തോ അമ്മ തന്നെ പിച്ചിയതുപോലെ, അരുത് എന്ന് പറയുന്നത് പോലെയോ എന്തോ ഒരു തോന്നൽ. ശരിക്കും അമ്മ പിച്ചിയതല്ല, പക്ഷേ ഈ മകൻ്റെ മനസ്സിലുണ്ട് അമ്മ. എന്തോ സാഹചര്യമാകാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. അതിനെ ന്യായീകരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഏത് സാഹചര്യമായാലും അമ്മയെ ഉപേക്ഷിക്കുക എന്നതൊരു മകൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടുത്തെ സാഹചര്യം എന്തോ, ആ സാഹചര്യത്തിൽ ഇയാൾ അമ്മയെ കൊണ്ടിങ്ങനെ കളയാനായിട്ട് പോവുക. പക്ഷേ മനസ്സില്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് അമ്മയെ ഉപേക്ഷിക്കാൻ മനസ്സില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് മുകളിൽ കണ്ടത്. ചെല്ലുന്നിടത്തൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളായി അദ്ദേഹം തിരിച്ച് അമ്മയും കൊണ്ട് വരുന്നത്. ഇവിടെയും അമ്മ കയ്യിൽ പുറകിൽ നിന്ന് പിച്ചിയതുപോലെ പെട്ടെന്ന് തോന്നുകയാണ്. കരിഞ്ഞൊരു കൈകളയോ, ഈ കരിഞ്ഞ് ചുള്ളി പോലിരിക്കുന്ന കൈകൾ കൊണ്ടാണോ എന്നെ പിച്ചിയതെന്ന് അവൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോകുകയായി. ഉപേക്ഷിച്ചോ അവിടെ? ഇല്ല. അവിടെയും തൻ്റെ ഉദ്യമം നിർത്തിയിട്ട്, എന്നാൽ പൂർണ്ണമായി പിന്തിരിഞ്ഞിട്ടില്ല. അവിടെ ഉപേക്ഷിക്കുക എന്ന ആ കർത്തവ്യത്തിൽ നിന്നും അവൻ പിന്മാറി. അപ്പോൾ അമ്മ തന്നെ ശാസിക്കുന്നത് പോലെയോ ശിക്ഷിക്കുന്നത് പോലെയോ ഒക്കെ മകന് അനുഭവപ്പെട്ടു. അമ്മയെയും കൊണ്ട് വാഹനം വീണ്ടും മുന്നോട്ട്. ഇനി അടുത്ത ഭാഗം നോക്കാം. എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ? പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാൻ ഇറങ്ങിയോ? അപ്പോൾ എങ്ങിനി കൊണ്ടിറക്കേണ്ടു, ഇനി ഞാൻ എവിടെ കൊണ്ടാണ് ഈ അമ്മയെ കളയുന്നത് എന്ന് വിചാരിച്ച് മകൻ മുന്നോട്ട് പോകും. സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെ, അതായത് ഇന്നിപ്പോൾ ഓർമ്മയില്ല, ബുദ്ധിയില്ല, ആ അവസ്ഥയിലാണ് അമ്മ. ഓർമ്മക്കേടാണ്, ബുദ്ധി കെട്ടു. പക്ഷേ അങ്ങനെ ആകുന്നതിന് മുമ്പ് വരെ എപ്പോഴും കരിന്തിരിയാളും വരെ, കരിന്തിരിയാളുക എന്ന് പറഞ്ഞാൽ തീയെ വിളക്കിലൊക്കെ ദീപം നല്ല രീതിയിൽ കത്തി അവസാനമാവുക എന്നാണ് കരിന്തിരിയാളുക. അതുവരേക്കും കരിന്തിരി ആളിക്കഴിഞ്ഞാൽ പിന്നെ അണയും അല്ലേ? അണയാൻ പോകുന്ന തിരി ആളിക്കത്തും എന്ന് കേട്ടിട്ടല്ലോ. അതുപോലെ ഈ അമ്മയുടെ ജീവിതം ഈ അവസ്ഥയിലേക്ക് ആകുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണം എന്നെപ്പോഴും പറയാറുണ്ടായിരുന്നു. എവിടെയാണെന്നറിയുമോ? ഒന്നെന്നെ കൊണ്ടുപോയിടണം എന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ എപ്പോഴും പറയാറുണ്ട്. ആ വയ്യാതാകുന്നത് വരെ എന്നെ കോവിലിലൊന്ന് കൊണ്ടുപോകണമെന്ന് പറയുമായിരുന്നു. ആരാണ് എന്നാൽ അവിടെ ഇറക്കി വിടാമെന്നാണ് മകൻ വിചാരിച്ചേ. അപ്പോഴുണ്ട് ആരാണ് മുന്നിൽ? ആരോ ദാണ്ട് അവിടെ നിൽക്കുന്നു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ. പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ? അപ്പം ക്ഷേത്രത്തിൻ്റെ മുറ്റത്തിറക്കി വിടാമെന്ന് വെച്ച് നോക്കിയപ്പം ഇപ്പോൾ
മിക്കവാറും പേര് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ, ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൊണ്ട് നട തള്ളുക എന്നൊരു ഒരു പരിപാടി നടക്കുന്നുണ്ട് നാട്ടിൽ. അതുകൊണ്ടാവാം ഇങ്ങനെയൊരു നടതള്ളൽ ഇവിടെയും നടക്കുന്നതായി കവി വർണ്ണിച്ചു വരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താ കുഴപ്പം? ക്ഷേത്രത്തിന് മുന്നിൽ ആരോ നിൽക്കുന്നു. അത് കണ്ടിട്ട് മകന് തോന്നിയതാവാം, എന്താ, അശാന്തന ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ. അകത്തിരുന്നിട്ട് ശ്രീകോവിലിൽ നല്ല ശാന്തനായി ഇരുന്ന ഈശ്വരൻ അതിനകത്തിരുന്നിട്ട് പൊള്ളലാണോ? അശാന്തനായി, ശാന്തിയില്ലാതെ, അകത്തിരുന്നിട്ട് ശാന്തിയില്ലാതെ ഈശ്വരൻ കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങി നടക്കുകയാണോ രാത്രിക്ക്? അതായത് അവിടെ നിന്ന് നമുക്കൊരു ധ്വനിയാണ്, ഒരു ബിംബം ഒക്കെയാണ് കിട്ടുന്നത്. എന്താ, ദൈവങ്ങൾ പോലും ഈ മനുഷ്യൻ്റെ ഈ നീചമായ പ്രവൃത്തികൾ കണ്ട് ശ്രീകോവിലിനുള്ളിൽ ഇരിപ്പുറയ്ക്കുന്നില്ല. അത്ര ക്രൂരമാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ. എത്ര ക്രൂരം! സ്വന്തം പ്രസവിച്ച അമ്മയെയാണ്, അതായത് പട്ടികൾ പോലും, തെരുവ് പട്ടി പോലും അതിൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഊറ്റം കൊള്ളുമ്പോൾ, കുരച്ചുകൊണ്ട് ചാടുമ്പോൾ, സ്വന്തം അമ്മയെ ഉപേക്ഷിക്കാൻ മക്കൾ നടക്കുന്ന നടപ്പ് ഇത് കണ്ടാൽ സാക്ഷാൽ ഈശ്വരൻ എങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ കുടിയിരിക്കും? ശ്രീകോവിലിനുള്ളിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവം പോലും സഹിക്കാത്ത തെറ്റാണ് ഈ ചെയ്യുന്നത് എന്നാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ ഉദ്യമം നടക്കില്ല. കാരണം അവിടെ ആരെയോ കണ്ടു. അതാരായിരിക്കാമെന്ന് ഊഹിക്കുന്നു. ഈശ്വരൻ അശാന്തനായി പുറത്തുകൂടി നടക്കുകയാണോ എന്ന് സംശയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിൽ അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു, ഒന്നും പൂർണ്ണ വിജയത്തിൽ എത്തിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഈ മകൻ ചെയ്യുക? സ്കൂളിൻ്റെ വരാന്ത പോയി, സ്കൂളിൻ്റെ മുറ്റം പോയി, ആശുപത്രിയുടെ പിൻപുറത്തുള്ള പ്രദേശങ്ങൾ പോയി, മാളിൻ്റെ അരികിൽ, അവിടെ ഇതൊന്നും അദ്ദേഹത്തിന് അമ്മയെ ഇറക്കി വിടാൻ സാധിച്ചില്ല. അപ്പം വാഹനം വീണ്ടും പോകണ്ടേ? ഏറെ തണുക്കുന്നു. ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു. അപ്പോൾ ഈ രാത്രിക്കാണ് ഈ യാത്ര. ഭയങ്കര തണുപ്പ് വന്നപ്പോഴേക്കും അദ്ദേഹം കാറിൻ്റെ ചില്ല് ഉയർത്തി. അപ്പോഴദ്ദേഹം ഓർത്തു, കരിമ്പടം, അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്, മുഷിവുമായി കച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. അപ്പോൾ ഈ ചില്ല് ഉയർത്തി തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഉടൻ തന്നെ ഓടിയെത്തിയ ഓർമ്മകൾ എന്താണെന്ന് നോക്കിയേ. കരിമ്പടം, അതായത് പണ്ട് തനിക്ക് തണുക്കാതിരിക്കാൻ അമ്മ തന്നെ കമ്പിളി കൊണ്ട് പുതപ്പിച്ചത്. പോരാഞ്ഞിട്ടോ അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്, അമ്മയുടെ വയറിനോട് ചേർന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ സുഖമായി കിടന്ന ആ ഓർമ്മകൾ. മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, അമ്മയുടെ തലമുടിയിലെ കാച്ചെണ്ണയുടെ മണം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. അമ്മയുടെ തലമുടിയിലെ കാച്ചെണ്ണയുടെ ഗന്ധവും പുലർകാലത്ത് അമ്മ ഓലക്കൊടികൾ, അതായത് ചൂട്ടും കൊതുമ്പും ഒക്കെ വെച്ച് തീ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേക ഗന്ധം, അത് ആ ഓലക്കൊടികൾ പുകയുന്നതിൻ്റെ മണം, ഇതെല്ലാം മകന് അപ്പോൾ അനുഭവപ്പെട്ടു. എപ്പോൾ അനുഭവപ്പെട്ടു? രാത്രി യാത്ര ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ ഏറെ ശരീരം തണുത്തപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കാറിൻ്റെ ചില്ലുയർത്തിയപ്പോഴാണ് ഓർത്തത്, പണ്ട് ഈശ്വര, ഈ അമ്മ തനിക്ക് തണുക്കുമ്പോൾ കരിമ്പടമിട്ട് പുതപ്പിച്ചതും തന്നെ വയറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടത്തിയതും ഒക്കെ, അന്നത്തെ ആ അമ്മയുടെ തലമുടിയുടെ ഗന്ധവും കാച്ചെണ്ണയുടെ മണവും, രാവിലെ എഴുന്നേറ്റ് അടുപ്പിൽ തീ കത്തിച്ച് കാപ്പിയൊക്കെ വെക്കുമ്പോഴുണ്ടാകുന്ന ആ ഓലക്കൊടിയുടെ മണവും ഒക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ അനുഭവപ്പെടുന്നത് പോലെ തോന്നി. എന്ന് പറയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് തൻ്റെ ബാല്യകാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ അമ്മയുടെ ഓർമ്മകൾ, അമ്മ ചെയ്ത പ്രവൃത്തികൾ ഒന്നും മറന്നിട്ടില്ല. പിന്നെന്തേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? പിന്നെ ഏത് സാഹചര്യമാവാം അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്?
അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതിനെ നീതീകരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല, നീതീകരിക്കാൻ യാതൊരു തരത്തിലും നമുക്ക് പറ്റില്ല. അപ്പോൾ സാഹചര്യം എന്താണെന്ന് നോക്കാം. അടുത്ത ഭാഗം നോക്കൂ. ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. ഇപ്പം പിടികിട്ടിയല്ലോ സാഹചര്യം. മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ. വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. അപ്പോൾ ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കാം. അപ്പോൾ സ്ഥിരമായി ഈ മകൻ കേൾക്കുന്ന ഒരു പല്ലവിയാണ്, ഒന്നിനും കൊള്ളാത്തവൻ. ആരാ ഇത് പറയുന്നത്? അവൾ. ഏതവൾ? അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു മതിപ്പുമില്ലാതെ ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ എന്നെപ്പോഴും പഴി പറയുന്ന ഒരു ഭാര്യയുണ്ട് ഇദ്ദേഹത്തിന്. അവൾ ഇന്നും പഴി പറയും. എന്ത്? ഒന്നിനും കൊള്ളരുതാത്തവൻ. ഇന്ന് ചെല്ലുമ്പോൾ ഏത് കാര്യത്തിനാണ് ഈ ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് പറയുന്നത്? അമ്മയെ ദൂരെ കളയാൻ പോയിട്ട് അതുപോലും ചെയ്യാൻ പറ്റാതെ വന്നേക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അവൾ ഭർത്താവിനെ ചീത്ത പറഞ്ഞേക്കാം. എന്നാലും മടങ്ങാതെ വയ്യ. ഇത്തിരിയെങ്കിലും മനുഷ്യത്വം ആ മനസ്സിൽ അവശേഷിച്ചിട്ടുള്ളത് കൊണ്ട് അവൻ തൻ്റെ ഉദ്യമം പൂർണ്ണമായും ആ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി. ഇനി തൻ്റെ അമ്മയെ കളയില്ല എന്ന് വിചാരിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഭാര്യയുടെ വായിലെ എന്ത് വാക്കുകൾ കേട്ടാലും കുഴപ്പമില്ല, ഇനി മടങ്ങാതെ വയ്യ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും എന്നുറപ്പിച്ചു. തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. അയ്യോ, ഇത്രയും ദ്രോഹം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവനാണല്ലോ താൻ, ഈ പാവം അമ്മയാണല്ലോ താൻ കളയാൻ പോയത് എന്നൊക്കെ ഓർത്തിട്ടാവാം. തലയ്ക്കകത്തെന്തോ, അതായത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ ആ തെറ്റിൻ്റെ വലിപ്പം ഓർത്തിട്ടാവാം തലയ്ക്കകത്തെന്തോ പെരുക്കുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ അമ്മയെ തിരിഞ്ഞൊന്നു നോക്കി, മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി. പിറകിലെ സീറ്റിലുണ്ടമ്മ. അമ്മ സീറ്റിലുണ്ട്, എങ്ങും പോയിട്ടില്ലല്ലേ. വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ്, അമ്മ ഇരുന്ന സ്ഥലത്ത് നിന്നും വലത്തോട്ട് ചാഞ്ഞു മടങ്ങി മയങ്ങി കിടക്കുന്നു. നേരത്തെ എങ്ങനെയാണ് നമ്മൾ കണ്ടത്? ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ അല്ലേ, നീരാത്ത കൈകൾ മാറോട് ചേർത്ത് വെച്ച് ഒരരികിലേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോഴാ അമ്മ ഇടത്തല്ല വലത്തോട്ട് ചാഞ്ഞ് മടങ്ങി മയങ്ങി ഇരിക്കുകയല്ല, കിടക്കുകയാണ്. ആ കണ്ണുകളോ, പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. അമ്മ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അതായത് അമ്മ ജീവനറ്റ് ചേതനയറ്റ് സീറ്റിൽ കിടക്കുകയാണ്. ആ കണ്ണുകൾ തുറന്ന പടി തന്നെ ഇരിക്കുന്നു. ആ തുറന്ന കണ്ണുകൾ കണ്ടിട്ട് സ്വന്തം മകൻ തോന്നി, അമ്മ നിർദ്ദയം, ദയയില്ലാതെയാണല്ലോ ഈ അവസാന നിമിഷവും തന്നെ കുട്ടിക്കാലത്ത് നോക്കിയതുപോലെ കൺതുറന്നു നോക്കിക്കൊണ്ട് ഇരിക്കുകയാണോ? തന്നോട് തൻ്റെ നീചമായ പ്രവൃത്തികൾ കണ്ടിട്ടും സഹിച്ചിട്ടും അമ്മ വീണ്ടും തന്നെ തന്നെ പരിപാലിച്ച് കിടക്കുകയാണോ? തന്നെ രക്ഷിക്കാനാണോ ഈ കണ്ണുകളൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നതാണെങ്കിൽ എത്ര നിർദ്ദയമാണ്. താൻ അത് അർഹിക്കുന്നില്ല, ദയ അർഹിക്കുന്ന മകനല്ല. എന്നിട്ടും അമ്മ ആ രണ്ടക്ഷരം മക്കളെ കരുതലോടെ അവസാനം വരെ കാക്കുന്നവരായിരിക്കും അല്ലേ. ആ ഒരു കരുതലാണോ അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു തന്നെ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം എടുക്കാം. മകന് കാവലായിട്ട് ആ അമ്മ അങ്ങനെ കണ്ണും തുറന്ന പടി ചേതനയറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഒരു മകൻ അമ്മയോട് ചെയ്ത മഹാപരാധം, ആ അപരാധത്തിൽ നിന്ന് മനസ്സാക്ഷിയുള്ളവർക്ക് ഒരിക്കലും മോചനം ഇല്ല അല്ലേ. അമ്മയെ
എവിടെയും ഉപേക്ഷിക്കാൻ ഈശ്വരൻ അനുവദിച്ചില്ല. അതിനു മുമ്പ് തന്നെ അമ്മയെ ഈശ്വരൻ കൈക്കലാക്കുകയാണ് ചെയ്തത്. തൻ്റെ തെറ്റിൻ്റെ വലിപ്പം മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്ന ഒരു മകൻ്റെ ഹൃദയം നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ കവിതയിൽ വർത്തമാനകാലത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയാണ് വളരെ വ്യക്തമായി കവി അവതരിപ്പിക്കുന്നത്. ഇതാണ് ഈ കവിത തൂലികത്തുമ്പിൽ രക്തം മുക്കി എഴുതിയ കവിത എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പ്രൊഫസർ എം ലീലാവതി ടീച്ചറുടെ അഭിപ്രായം ആണ് അത്. തൂലികത്തുമ്പിൽ മഷിയല്ല, മഷിയും രക്തവും പുരട്ടി എഴുതാൻ കഴിവുള്ള കവിയാണ് റഫീഖ് അഹമ്മദ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇതുപോലെയുള്ള കവികൾ, അല്ലേ? സമൂഹത്തെ ചിന്തിപ്പിക്കാൻ ശേഷിയുള്ള, വികാരവും വിചാരവും തമ്മിൽ മല്ലിട്ട് വികാരത്തിനും വിചാരത്തിനും പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരായി നമ്മുടെ സമൂഹത്തെ വളർത്താൻ ശ്രമിക്കുന്ന ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിത വളരെ പ്രധാനപ്പെട്ട കവിതയാണ്. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക, പരീക്ഷ എഴുതുക.